ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ 5ാം വാർഷികം ഓഗസ്റ്റ് 24-ന്. വാർഷികത്തോടനുബന്ധിച്ച് 4 സംസ്ഥാനങ്ങളിലേക്ക് സേവനങ്ങൾ വിപുലീകരിക്കും. കൂടാതെ അംഗപരിമിതരായ 100 പേർക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി നൽകുമെന്നും വയനാട് ചൂരൽമലയിൽ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം നടത്തുമെന്നും ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ വിപിൻ ദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഗ്രൂപ്പിന്റെ 5th ആനിവേഴ്സറിയാണ് ഈ ഓഗസ്റ്റ് മാസം 24-ാം തീയതി. എല്ലാ ആനിവേഴ്സറിക്കും നമ്മൾ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസും മറ്റ് പുതിയ പുതിയ പ്രോജക്ട്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വർഷവും നമ്മൾ അതിനോടനുബന്ധിച്ച് 5ാമത്തെ ആനിവേഴ്സറിക്കകത്ത് ബിസിനസ് എക്സ്പാൻഷനായിട്ട് ഞങ്ങളൊരു 4 സ്റ്റേറ്റ് അഡീഷണൽ, ഇപ്പോൾ ഓൾറെഡി 6 സ്റ്റേറ്റ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര 6 സ്റ്റേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ 24-ന് ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ ന്യൂഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, ഗുജറാത്ത് 4 സ്റ്റേറ്റൂടെ ഞങ്ങളുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോണ്ട് അങ്ങനെ 10 സ്റ്റേറ്റിലോട്ടാകുവാണ്. കൂടാതെ ഈ പെർട്ടിക്കുലർ ഡേയിൽ 24-ന് ഞങ്ങൾ ഏറ്റവും മേജറായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ 100 പേർക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ലിംബ് ഓഫർ ചെയ്യുന്നുണ്ട്. അന്ന് നമ്മളിത് കൊടുക്കുന്നുണ്ട്. നമ്പർ 2, ചൂരൽമലയിൽ ഞങ്ങൾ തന്നെ ഓൾറെഡി ഒരു വീട് കംപ്ലീറ്റഡായി. അതിൻ്റെ താക്കോൽദാനം അന്ന് തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട്. 3ാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അന്നസാരഥി എന്നും പറയുന്ന അതായത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ തൃശ്ശൂർ പട്ടണത്തിൽ എല്ലാ ദിവസവും മിനിമം 100 ആൾക്കാർക്ക് ഉച്ചഭക്ഷണം നൽകുക എന്നുള്ളതാണ് അത് റെഗുലറാണ്, വൺ ഡേ അല്ല, റെഗുലറായിട്ട് എല്ലാ ദിവസവും ഒരു പ്രോജക്റ്റ് ഞങ്ങളന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3ാമത്തേത് വീണ്ടും നമ്മൾ വരുമ്പോൾ അന്നേ ദിവസം 12 ജില്ലയിൽ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ 12 ജില്ലകളുള്ളൂ. 12 ജില്ലയിൽ 25 അനാഥാലയങ്ങൾക്ക് നമ്മൾ അന്ന് അന്നദാനം നടത്തുവാനും അതിന് വേണ്ട പാത്രങ്ങൾ ഉൾപ്പെടെ കാരണം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 അനാഥാലയങ്ങൾ ഐഡൻറ്റിഫൈഡ് ആണ്, അവരെ നമ്മളത് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഗസ്റ്റ് മാസം 24-ാം തീയതി പിന്നെ ഞങ്ങളുടെ ഒരു ഡി ഗ്രാൻഡ് ഹോട്ടൽ, അതിൻ്റെ സോഫ്റ്റ് ലോഞ്ച് തൃശ്ശൂർ തന്നെ ഒരു സ്റ്റാർ ഹോട്ടൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഡി ഗ്രാൻഡ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് അന്നുണ്ട്. കൂടാതെ എല്ലാ വർഷവും ഞങ്ങളുടെ മാത്രം ഒരു എക്സ്ക്ലൂസിവിറ്റി എന്ന് വേണേൽ പറയാം, ഞങ്ങളുടെ ഈ ആനിവേഴ്സറി ഡേയ്ക്കും ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും കണക്ട് ചെയ്തിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഒരു കസ്റ്റമർ മീറ്റ് 100% കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എല്ലാ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റും ഔട്ട് ഓഫ് സ്റ്റേറ്റിലെ എല്ലാ സ്റ്റേറ്റുമായിട്ടും കണക്ട് ചെയ്ത് ഡേയ്സിൽ ഒരു കസ്റ്റമർ മീറ്റ് അതെല്ലാ വർഷവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ കൂടാതെ അന്നത്തെ ദിവസം നമ്മളിപ്പോൾ എല്ലാം പൊള്യൂട്ടഡ് ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ഓൺ പ്രോജക്റ്റ്, ഒരു അഗ്രോ ഫാമിംഗ് തൃശ്ശൂർ തന്നെ സ്റ്റാർട്ട് വിത്ത് ഒരു 4 ഏക്കർ തുടങ്ങി 100% വിഷരഹിതമായ ഒരു അഗ്രോ ഫാമിങ്ങും ഈ സെയിം 24th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരാണ് തുടങ്ങുന്നത്. അതൊരു തുടക്കമാണ്. അതൊരു ബിഗർ ലെവലിലോട്ട് പോകാനായിട്ടുള്ള അതിൻ്റെ സ്റ്റാർട്ടപ്പ് എന്നുള്ള വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ കാരണം ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ വിപിൻ ദാസ് സാറാണ്. വിപിൻ ദാസ് സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ മെയിൻ ഡെഫിനറ്റ്ലി, കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, എനിക്ക് തോന്നുന്നത് 2 വർഷം മുമ്പ് ഇന്ത്യയിൽ തന്നെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഏകദേശം 262 ആദിവാസി ഫാമിലിക്ക് അവരുടെ കല്യാണം തിരുവനന്തപുരത്ത് വെച്ച് നടത്തി കൊടുത്തു. അത് ആണ് മെയിനായിട്ടുള്ള. ഇദ്ദേഹത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡുണ്ട്, അമേരിക്കൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡുണ്ട്, മഹാത്മാഗാന്ധി എക്സലൻ്റ് അവാർഡുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് സ്വിറ്റ്സർലൻഡിലെ ഗ്ലോബൽ ബിസിനസ് അച്ചീവ്മെൻ്റ് അവാർഡ് സർ പദവിയും ഇപ്പം 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഡബിൾ ഡോക്ടറേറ്റ് ഉണ്ട്, പ്ലസ് സർ പദവി. ഇദ്ദേഹമാണ് ഈ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. ബാക്കി എല്ലാവരും സിമിലർ ഫീൽഡിലുള്ളതാണ്. ഇതാണ് ഞങ്ങൾക്ക് ഈ ഒരു 24th ഞങ്ങൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റുകളും കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാരിറ്റി വർക്കുകളും ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചേക്കുന്നത്.